പത്തനംതിട്ട കോന്നിയിൽ പാറമട അപകടത്തിൽ ഒരു തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മറ്റൊരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. വീണ്ടും പാറയിടിയുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നു. കൂറ്റൻ പാറച്ചീലുകൾ മാറ്റി അപകടസ്ഥലത്ത് എത്തുന്നതും വെല്ലുവിളിയാണ്. പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അപകടസ്ഥലത്ത് നിന്ന് സുജിത് സുരേന്ദ്രൻ ചേരുകയാണ്. സുജിത്, ഈ അപകടം നടന്നിപ്പോൾ ഏറെ സമയം പിന്നിട്ടിട്ടുണ്ട്. ഒരാളുടെ മൃതദേഹമാണ് ലഭിച്ചത്. മറ്റൊരാൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ടോ? നേരം ഇരുട്ടിയിട്ടുണ്ടല്ലോ. എങ്ങനെ ഇനി രക്ഷാപ്രവർത്തനം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്? പ്രവിത 4 മണിക്കൂറിലേറെയായിരിക്കുന്നു അപകടം സംഭവിച്ചിട്ട്. അതിനുശേഷം ഇപ്പോഴും ഈ പാറ പൊട്ടി വീണുകൊണ്ടിരിക്കുകയാണ്. അത് രക്ഷാപ്രവർത്തനത്തിന് വളരെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ കളക്ടർ മാധ്യമങ്ങളോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും പാറച്ചീലുകൾ പൊട്ടി വീണത്. അത് വലിയ ഭീകരമായ ശബ്ദത്തിലാണ്, വലിയ പാറച്ചീലുകളാണ് വീണ്ടും താഴേക്ക് അടർന്നു വീണത്. ആ സമയം ഇതിന് തൊട്ടു മുൻപാണ് ഇതിനടിയിൽപ്പെട്ട ഒരാളുടെ മൃതദേഹം പുറത്തെടുത്തത്. ആ സ്ഥലത്തു തന്നെയാണ് ഈ വലിയ ശബ്ദത്തിൽ പാറകൾ വീണ്ടും വീണത്. ഈ മൃതദേഹം പുറത്തെടുക്കുന്ന സമയത്തായിരുന്നു ആ പാറകൾ വീണ്ടെങ്കിൽ വലിയൊരു ദുരന്തത്തിന് തന്നെ ഈ നാട് ഈ പാറക്വാറി സാക്ഷ്യം വഹിക്കേണ്ടി വന്നതിന്. എന്തായാലും ആ മൃതദേഹം പുറത്തെത്തിച്ചതിന് ശേഷമാണ്, അല്പസമയം മുമ്പാണ് വീണ്ടും പാറ പൊട്ടിയത്. അതായത് അപകടം നടന്നതിന് ശേഷം ഏതാണ്ട് 5 തവണയിലേറെ ഇപ്പോൾ പാറ വീണ്ടും പൊട്ടി താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. മറ്റൊന്ന്, ഈ ഏതെങ്കിലും തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്ന തരത്തിൽ ഇന്ന് രാത്രിയിൽ തന്നെ മറ്റൊരു ശരീരം കൂടി ഇതിന്റെ അടിയിൽപ്പെട്ടിട്ടുള്ളതായി ലഭിച്ച വിവരങ്ങളുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ശരീരം കൂടി പുറത്തെടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. ആ ഒരു ദ്രുതഗതിയിൽ ആ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുകയായിരുന്നു. ഇപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജനറേറ്ററുകൾ അടക്കം ഇവിടേക്ക് എത്തിച്ചുകൊണ്ട്, കൂടുതൽ ഹിറ്റാച്ചുകളൊക്കെ എത്തിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നീക്കമായിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ വീണ്ടും പാറക്കഷ്ണങ്ങൾ പൊട്ടി വീണുകൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണ്. ഏതാണ്ട് 1 മണിയോടുകൂടി ഇവിടെ ഖനനം നിർത്തിയിരുന്നു. ആ ഖനനത്തിന് ശേഷം ഇവിടെ ആ വഴി വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഹെൽപ്പർ ഏർപ്പെടുകയും വാഹനത്തിനുള്ളിൽ, ഈ ഹിറ്റാച്ചിക്കുള്ളിൽ ഡ്രൈവർ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഈ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ആ അപകട സ്ഥലത്തു നിന്നും അല്പം മാറി നിൽക്കുകയാണ്. തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരും ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ളവരും ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴും പാറ ഏത് നിമിഷവും വീണ്ടും താഴേക്ക് പതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ ഈ രാത്രിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക വളരെ ദുഷ്കരമാണ്. അത് വലിയൊരു വെല്ലുവിളിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ പാറ വീണതിന്റെ പൊടിപടലങ്ങൾ ഉയരുകയും ചെയ്യുകയാണ്. പ്രവിധ, സുജിത്ത്, രക്ഷാപ്രവർത്തനം ഇനിയും നടത്താൻ തന്നെയല്ലേ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്? ഈ വെളിച്ചം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കേണ്ടതല്ലേ? ആ തരത്തിൽ എങ്ങനെ ഇനി രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനമായിരിക്കുന്നത്? പ്രവിധ, അതുതന്നെയായിരുന്നു ലക്ഷ്യം. ഈ രാത്രിയിൽ തന്നെ മറ്റൊരു ശരീരവും കൂടി പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളൊരു ശ്രമങ്ങളായിരുന്നു നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ പാറ താഴേക്ക് വീണ്ടും പതിക്കുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ്. ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. സാർ, ഇപ്പോൾ അപകടം നടന്ന് 5 മണിക്കൂർ പിന്നിടുന്നു. പക്ഷേ ഇപ്പോഴും പാറ പൊട്ടി താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ഒരു രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. എന്താണ് നമ്മൾ ഇപ്പോൾ ഉള്ള നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള 2 പേരെ റെസ്ക്യൂ ചെയ്യുക, ഒരാളെ നമ്മൾ ബോഡി റിക്കവർ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ആളുടെ ബോഡി, അദ്ദേഹത്തിന്റെ മൃതശരീരം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാബിനകത്തെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഡ്രോൺ വെച്ച് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മുകളിലെല്ലാം പാറ മൂടി കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഫയർഫോഴ്സിനെ കൊണ്ട് ആ ഒരു സ്ഥലം ചെക്ക് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ക്രെയിനും കാര്യങ്ങളും കൊണ്ടുവരാനിരിക്കുമ്പോഴാണ് ഇപ്പോൾ വലിയ പാറ സ്ലിപ്പായി മൊത്തം താഴെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നല്ല ഈർപ്പവും ചെറിയ മഴയും ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കടക്കുക വളരെ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇന്നത്തെ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ സർവ് ചെയ്ത് നോക്കിയ ശേഷം നാളെ രാവിലെ വീണ്ടും പുനരാരംഭിക്കാമെന്നാണ് കരുതുന്നത്. ഇത് തന്നെയാണ് പ്രവിധ ജില്ലാ കളക്ടർ പറയുന്നത്. രാത്രിയിലുള്ള ഈ ഇനിയുള്ള ദൗത്യം വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോൾ പാറ വീണ്ടും പൊട്ടിക്കൊണ്ടിരിക്കുന്നു, മഴയ്ക്കുള്ള സാധ്യത, ഈർപ്പം ഇരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇനിയുള്ള ഒരു പ്രവർത്തനങ്ങൾ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിലുള്ള ഈ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ രാത്രിയിൽ തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് മറ്റൊരു ശരീരവും കൂടി പുറത്തെടുക്കാനുള്ള ഒരു ശ്രമവും ആ ഒരു തീരുമാനത്തിൽ തന്നെയായിരുന്നു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കളക്ടറുടെ നേതൃത്വത്തിൽ അതിനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ രാത്രിയിൽ അതൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിലെ ഈ നിർത്തിവെക്കുവാനും രാവിലെ പുനരാരംഭിക്കുവാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ NDRF സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നു. തിരുവല്ലയിൽ നിന്നുള്ള 27 അംഗ സംഘമാണ് എത്തിയിരിക്കുന്നത്. അവർക്ക്
മായി കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇപ്പോൾ കളക്ടർ ആ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വീണ്ടും പാറ ഇടിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ പ്രവർത്തനം ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രിയിൽ ഇവർ ഏതായാലും ഈ വെളിച്ചം എത്തിച്ചുകൊണ്ട് വീണ്ടും ഈ പാറക്കിടയിൽ നിന്നും ആ ഹിറ്റാച്ചിക്കടിയിൽ നിന്നും ഒരു ശരീരം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഇത് പുറത്തെടുക്കുന്ന ഒരു ശരീരം ുള്ള ഒരു നീക്കമായിരുന്നു, തീരുമാനം തന്നെയായിരുന്നു. പക്ഷേ ഇനി ഈ രാത്രിയിൽ അത് സാധിക്കില്ല എന്നുള്ള കാര്യം കളക്ടർ വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രവിധ, ഈ പാറമടയിൽ അപകടമുണ്ടായിട്ട് ഇപ്പോൾ 4 മണിക്കൂറിലേറെ പിന്നിട്ടിട്ടുണ്ട് സുജിത്. അതോടൊപ്പം തന്നെ ഈ പാറമട ഇവിടെ വർഷങ്ങളായി പ്രവർത്തിക്കുന്നതാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. ഈ അപകട സമയം ഇവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ലേ? ഇത് സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് നമുക്കിപ്പോൾ? അതോടൊപ്പം തന്നെ ഈ പാറമടയെക്കുറിച്ച് ചില ആരോപണങ്ങളൊക്കെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ടായിരുന്നല്ലോ. അതെ, തീർച്ചയായും പ്രവിധ. അതായത് ഇവിടെ ഈ പാറയ്ക്ക് ഖനനത്തിനുള്ള അനുമതി മാത്രമായിരുന്നു, ക്രഷർ ചെയ്യുന്നതിനുള്ള അനുമതി നിർത്തിവെച്ചിരിക്കുന്നു. അതും ഈ ഖനനത്തിനുള്ള 10 ദിവസത്തേക്ക് കൂടിയുള്ള അനുമതി മാത്രമായിരുന്നു നൽകിയിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രഷർ ചെയ്യുന്നതിനുള്ള അനുമതി ഇല്ലായിരുന്നു. പക്ഷേ അനധികൃതമായി ഇവിടെ ഖനനം നടത്തി, അശാസ്ത്രീയമായി ഖനനം നടത്തി, സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെ ഖനനം നടത്തി എന്നുള്ള കാര്യങ്ങളാണ് ആളുകൾ പറയുന്നത്. മാത്രമല്ല മുൻ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ ഇത് സംബന്ധിച്ചുള്ള വിവരാവകാശ രേഖകൾ നൽകിയതിൽ നിന്നൊക്കെ തന്നെ ഈ അതീവ സുരക്ഷാ മേഖല കൂടിയാണ്, അല്ലെങ്കിൽ പരിസ്ഥിതി ലോല മേഖല കൂടിയാണ് ഇവിടം. ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ഖനനം നടത്തുന്നത് നാടിന് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥരിൽ നിന്നും ഇവർ കൃത്യമായി ഇതിനുള്ള അനുമതികൾ നേടിയെടുത്തുകൊണ്ട് വീണ്ടും ഖനനം നടത്തിയെന്നാണ് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത് പലതവണ ഈ നാട്ടുകാർ ഇത് സംബന്ധിച്ചുള്ള പരാതികൾ കൃത്യമായി അറിയിച്ചിരുന്നതാണ്. അധികൃതരെയൊക്കെ തന്നെ അറിയിച്ചിരുന്നെങ്കിലും ഈ കൃത്യമായ അനുമതിയുടെ അടിസ്ഥാനത്തിൽ ഇവർ ഈ ഖനനം തുടരുകയായിരുന്നു. ക്രഷറിനുള്ള അനുമതി നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അശാസ്ത്രീയമായി നടത്തി എന്നുള്ള ആക്ഷേപമാണ് ഈ നാട്ടുകാരൊക്കെ തന്നെ ഉന്നയിക്കുന്നത്. പ്രവിധ, ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണല്ലോ സുജിത്. പാറ ഇങ്ങനെ പൊട്ടി വീഴാൻ വീണ്ടും സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഏത് തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം തുടരാനാണ് സാധ്യത? ഇനി നാളെ മാത്രമേ ഉണ്ടാവൂ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതേ പ്രവിധ, അതായത് ഇന്ന് രാത്രിയിൽ തന്നെ ഈ ഈർപ്പം ഒരു വല്ലാത്ത പ്രശ്നമാണ്. കാരണം ഈ മണ്ണ് ഈ പാറയുടെ തൊട്ടു മുകളിൽ ഈ പാറ തകർന്നു വീണ ഭാഗത്ത് അതിന് തൊട്ടു മുകളിലായിട്ട് മണ്ണ് കൂടുതലായിട്ടുള്ള പ്രദേശമാണ്. അവിടെ നിന്നും മണ്ണ് ഇടിഞ്ഞതാണ് അതിനടിയിലെ പാറ താഴേക്ക് പതിക്കാനൊരു സാഹചര്യം ഉണ്ടായത്. ഉച്ചയ്ക്ക് 1 മണിയോട് കൂടി തന്നെ ഇവർ ഇവിടുത്തെ ഖനനം നിർത്തിയിരുന്നു. ആ ഹിറ്റാച്ചി ആ സമയത്ത് പ്രവർത്തിച്ചിരുന്നില്ല. അതിന് ഈ 1 മണിയോട് കൂടി പൊട്ടി വീണ പാറകൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളായിരുന്നു. പക്ഷേ ഇതിന്റെ ഓപ്പറേറ്ററായിട്ട് തൊഴിലാളി ആ വാഹനത്തിൽ തന്നെ ഇരിക്കുകയും സഹായിയായിട്ടുള്ള ആൾ ഇതിന് കടന്നു പോകാനുള്ള ഹിറ്റാച്ചിക്ക് കടന്നു പോകാനുള്ള വഴി ഒരുക്കുകയായിരുന്നു. പാറച്ചീലുകളൊക്കെ നീക്കി ആ സമയത്താണ് ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞ് പാറയും മണ്ണും ചേർന്ന് താഴേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് പൂർണ്ണമായും ഈ പാറ വീഴുകയും ഹിറ്റാച്ചി പൂർണ്ണമായും തകരുകയും ചെയ്തത്. ആ സമയത്ത് തൊട്ട് താഴെ നിന്ന സഹായിയുടെ മുകളിലേക്കും പാറക്കഷ്ണങ്ങൾ വീഴുകയായിരുന്നു. അങ്ങനെയാണ്, അതായത് നമുക്ക് കാണുമ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ആ പാറ ഹിറ്റാച്ചി തകർന്നതിന്റെ തൊട്ട് താഴെ തന്നെയാണ് ഈ സഹായിയായിട്ടുള്ള ആളുടെ മൃതദേഹം ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ആ മൃതദേഹം കൊന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഒരു ചോദ്യം കൂടി, ഈ മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഇവരുടെ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ടോ? അന്യസംസ്ഥാന തൊഴിലാളികളായ 2 പേരാണ്. അവരുടെ മഹാദേശ് എന്ന സഹായിയും ഒപ്പം തന്നെ മറ്റൊരാളുമാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്, ഓപ്പറേറ്ററുമാണ് പെട്ടിട്ടുള്ളത്. 2 പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഇവിടെ ഏറെയും ഇതര സംസ്ഥാന തൊഴിലാളികൾ തന്നെയാണ് ഇവിടെ ജോലിയിലുള്ളത്. കൂടാതെ പ്രദേശവാസികൾ, സ്വദേശികൾ ആയിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് സമീപത്ത് നിന്ന് ഒരു അന്യസംസ്ഥാന തൊഴിലാളി തന്നെയാണ് ഈ അപകടം നേരിൽ കണ്ടത്. അദ്ദേഹം തന്നെയാണ് പോലീസിന് ഇപ്പോൾ മൊഴി നൽകിയിട്ടുള്ളതും. ഈ 1 മണിയോട് കൂടി ഈ പ്രദേശത്ത് നിൽക്കുമ്പോൾ വലിയൊരു ശബ്ദത്തോടു കൂടി ഈ പാറ ഇടിഞ്ഞു വീഴുന്നത് ഇവിടെ ദൃക്സാക്ഷിയായ ഒരാൾ കാണുകയും അയാൾ ഉടൻ തന്നെ ഈ വിവരങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം മറ്റുള്ളവർ അറിയുന്നത്. ഉടൻ തന്നെ കൂടുതൽ ഈ ശബ്ദം കേട്ടുകൊണ്ട് ചില ആളുകൾ ഓടിയെത്തിയപ്പോഴാണ് ഈ ഹിറ്റാച്ചി പൂർണ്ണമായും തകർന്നു കിടക്കുന്നത് കണ്ട് ഉടൻ തന്നെ പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ കോന്നിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും ഒപ്പം തന്നെ പത്തനംതിട്ടയിൽ നിന്നുള്ള യൂണിറ്റും ഇവിടേക്ക് എത്തി, പോലീസും എത്തുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ കളക്ടറേറ്റിൽ നിന്നുള്ള സംഘങ്ങളും ഇവിടേക്ക് എത്തുകയും ചെയ്തു. റവന്യൂ അധികൃതർ ഉൾപ്പെടെയുള്ളവർ 1 മണിക്കൂറിനുള്ളിൽ തന്നെ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ എത്തിയ ഫയർഫോഴ്സിനടക്കം ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ദുഷ്കരമായ ഒരു സാഹചര്യമാണ് നിലവിലവിടെ ഉള്ളത് എന്നാണ് സുജിത് സുരേന്ദ്രൻ നൽകുന്ന വിവരം. പത്തനംതിട്ട കോന്നിയിലാണ് പാറമട അപകടത്തിൽ ഒരു തൊഴിലാളിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. മറ്റൊരാൾക്കായുള്ള തിരച്ചിൽ തുടരാനാണ് തീരുമാനം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. നാളെ വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചത്.